നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ദൈവത്തിൽ കാണിച്ച വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ഇത്രയും ആൾക്കാർക്ക് വണ്ടി ഓടിക്കാൻ അറിയാം. ഓക്കെ, നിങ്ങളുടെ വണ്ടി നിങ്ങൾ സർവീസ് നടത്താറുണ്ടോ? ഉണ്ട്. എത്ര സമയം കൂടുമ്പോഴാണ് സർവീസ് നടത്താൻ പോകുന്നത്? ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ അല്ലെ, ചിലപ്പോൾ ഒരു 1000 കിലോമീറ്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴായിരിക്കും അങ്ങനെയൊക്കെ സർവീസിങ് നടത്തുന്നത്. എന്തിനു വേണ്ട സർവീസിങ് നടത്തുന്നത്? അതിൻ്റെ അകത്ത് ഓയിൽ ചേഞ്ച് ഉണ്ട്, ബ്രേക്ക് പാഡ് തേഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ക്ലച്ചിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നോക്കാനായിരിക്കാം. അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് സർവീസിങ് നടത്തുന്നത്. ഈ സെയിം സിറ്റുവേഷൻ ആണ് നമ്മുടെ കാര്യത്തിലും. നമ്മളെന്ന് പറയുന്ന വ്യക്തികൾ ഒരു ട്രെയിനിങ് പ്രോഗ്രാം എന്തിനാ അറ്റൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് സർവീസ് ചെയ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു പ്രതീതിയാണ്. എന്ന് പറഞ്ഞാൽ ഒന്ന് റെഡിയാക്കി, ക്ലീൻ ആക്കി, റെഡിയാക്കി പുറത്തേക്ക് ഇറങ്ങണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലുള്ള ടൂൾസ് ഉപയോഗിക്കുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന മറക്കാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. ഡു യു അഗ്രി വിത്ത് മീ? അല്ലെ, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുള്ളവർക്ക് ദൈവത്തെ കാണിച്ചു, എന്തെങ്കിലും മറക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ദൈവത്തെ കാണിച്ചു. എനിക്ക് എന്റെ മനസ്സിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ മറന്നു കളയണം. ഓക്കെ, കുറെ ആൾക്കാരുണ്ടാവും അല്ലെ, 1-2 പേരായിരിക്കാം, ചിലപ്പോൾ കുറെ ആൾക്കാരുണ്ടാവും. അവരുടെ മനസ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? അതെടുത്ത് കളയും. അത് എന്തുപയോഗിച്ചാ ചെയ്യുന്നത്? ഇതുപോലുള്ള ടൂൾസ് ഉപയോഗിച്ചായിരിക്കും നമ്മൾ ചെയ്യുക. ഈസ് ഇറ്റ് ക്ലിയർ? ഡു യു അഗ്രി വിത്ത് മീ? അപ്പം ഇതൊക്കെയാണ് എന്താണ് ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത. ഒരു സർവീസിങ്ങിന് ഒരു വണ്ടി കയറ്റുന്നത് പോലെയാണ് നമ്മൾ ഒരു ട്രെയിനിങ്ങുമായിട്ട് മുമ്പോട്ട് പോകുക.